Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മൾക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ള തക്കാളി മുറുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇത് എത്രത്തോളം ക്രിസ്പി ആയിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. അത്രയ്ക്കും ക്രിസ്പിയാണ് കേട്ടോ. എളുപ്പത്തിൽ എല്ലാവർക്കും ഒരുപോലെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 പഴുത്ത തക്കാളിയും പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 6 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ മിൻറ്റ് ലീവ്സില്ലേ, അതാണ് കേട്ടോ. ഒരു 3-4 ലീവ്സ് ഞാൻ എടുത്തിട്ടുണ്ട് തണ്ടോട് കൂടിയിട്ട്. അതിൻ്റെ തണ്ട് മാറ്റിയിട്ട് ലീവ്സ് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇല മാത്രം. അപ്പോൾ ഇത് 3 ഇട്ടിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല പോലെ അരച്ചെടുത്തിട്ട് വരാം, ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ആ ടൈമിലേക്ക് നമുക്കിവിടെ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പത്തിരിപ്പൊടിയാണ്, പച്ചരിപ്പൊടിയില്ല, നൈസ് പത്തിരിപ്പൊടി, അതാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ഗ്രാം ഫ്ലോറിലെ കടലമാവ്, അതാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂണ് കാശ്മീരി റെഡ് ചില്ലി ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇത് കായപ്പൊടിയാണ്, അസഫോട്ടിയുടെ, അതൊരു 1/2 ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട്. പിന്നെ അയമോദകം 1/4 ടീസ്പൂണ്, 1/4 ടീസ്പൂൺ തന്നെ ക്യുമിൻ സീഡ്. ഇപ്പോൾ ഇട്ടുകൊടുത്തിട്ടുള്ളത് ചാറ്റ് മസാലയാണ്, 1/2 ടീസ്പൂണ്. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് ബട്ടറാണ്, 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉഴുന്നില്ലേ, അത് വറുത്ത് പൊടിച്ചതാണ്, 1 ടേബിൾ സ്പൂണ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയുടെ കൂട്ടിയില്ലേ, അതാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് ഇത് വെച്ചിട്ട് മാത്രം മതി, ഇതിലേക്ക് വേറെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇത്രയും അളവ് എടുത്താൽ ഇതിലേക്ക് പെർഫെക്റ്റ് ആണ്. എന്നിട്ട് നമുക്ക് ഇതിനെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം നമുക്ക് ഓരോരുത്തരുടെ പൊടിയുടെ അനുസരിച്ചിരിക്കും വെള്ളം വേണം വേണ്ടെന്ന് തീരുമാനിക്കാൻ. അതിലേക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കൂടുതൽ വെള്ളം ആക്കരുത്. അപ്പോൾ നമുക്കത് പെർഫെക്റ്റായിട്ട് ഇതിൽ നിന്ന് വിട്ട് കിട്ടൂല. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, വേണ്ടവർ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. നമുക്കിതാ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് സേവനാഴിയിൽ വെച്ചിട്ടാണ് ആ മുറുക്കിൻ്റെ ആ ഹോൾസിൽ അത് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇതിൽ റെഡിയാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് മുഴുവനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ 2 ബാച്ചായിട്ട് ഇടാനുള്ളത്ര നമുക്ക് ഇത് കിട്ടുന്നുണ്ട് കേട്ടോ മാവ്. അപ്പോൾ 2 ബാച്ച് സാധാരണ നമുക്ക് ഒരു ഫാമിലിക്ക് മതിയാവും, അത്രത്തോളം ഉണ്ടാവുന്നുണ്ട്. ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് ഓയിൽ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതേ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം നമ്മളിത് വേവിച്ചെടുക്കാനും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് വേവിച്ചെടുക്കുകയാണെങ്കിൽ മേലെ ഭാഗം മാത്രം കരിഞ്ഞിട്ട് പോവും, അതിൻ്റെ അകം വെന്തിട്ടുണ്ടാവില്ല, അപ്പോൾ ക്രിസ്പി ആയിട്ട് കിട്ടൂല. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള സാധനം മാത്രം മതിയില്ലേ നമുക്ക് ഈ തക്കാളി മുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. ഇത് കുഴച്ചെടുക്കാനുള്ള ടൈം മാത്രം മതി. ഇത് എണ്ണയിലിട്ടിട്ട് അപ്പം തന്നെ കോരിയെടുക്കാനും പറ്റുന്നുണ്ട്. അത്രേ ടൈം വേണ്ടിയിട്ടുള്ളൂ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് ഈ തക്കാളി മുറുക്ക്. ഇത് ടൊമാറ്റോ ചക്ലി എന്നാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ പറയുന്നുള്ളത്. അങ്ങനെ ഇതിവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിലേക്കൊക്കെ ഇടുമ്പോഴത്തേനും നല്ല ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ, അത്രയ്ക്കും ക്രിസ്പിയാണ് ഇത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ നമ്മൾ ഇതിനെ വേവിച്ചെടുക്കാവൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒട്ടും നമ്മൾ ഇതിനെ വേവിച്ചെടുക്കാൻ വേണ്ടി പാടില്ല. 2 സൈഡിലും തിരിച്ചു മറിച്ചിട്ടിട്ട് ഒരേ കളറായിട്ടാകുമ്പോഴത്തേന് നമ്മൾ ഓയിലിൽ നിന്ന് കോരി മാറ്റിയാൽ മതി. ഇതുപോലത്തെ ഒരുപാട് മുറുക്കിൻ്റെ റെസിപ്പീസും ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിരിക്കും ആ വീഡിയോ.
ഇത്ര എളുപ്പത്തിലല്ലേ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ആ തക്കാളി മുറുക്ക് വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കുന്നുള്ളത്. കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേന് നമ്മൾ കഴിക്കുമ്പോഴത്തേന് കൂടുതൽ കഴിക്കാൻ തോന്നുന്ന ആ ലൈസിൻ്റെ ഒക്കെ ഒരു ചുവയില്ലേ, അതൊക്കെയല്ലേ ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ അതിലേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അവർ ചേർക്കുന്നുണ്ടാവും. പക്ഷേ അതിനേക്കാളും ഹെൽത്തി ആയിട്ട് നമ്മൾ മക്കൾക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും കേട്ടോ. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. കറുമുറായിട്ട് കഴിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.